അപ്ഡേറ്റിൻ്റെ കുറച്ച് എല്ലാത്തിനും കുറച്ചൊന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാവരും ഹാളിൻ്റെ പേജിൽ ക്ലിക്ക് നോക്കിയിട്ടുണ്ടാവും. കിട്ടിയ വന്ന് കമൻറ്റ് ചെയ്യാം. ഹാളില്ല പക്ഷേ നമുക്ക് മാച്ചിലേക്ക് പോവാം. ഇവൻസിൽ നോക്കുമ്പോൾ ഇതെല്ലാവരും കളിച്ചിട്ട് റെയിൻബോയിൽ എടുക്കുക, റെയിൻബോയിൽ എടുക്കുക. പിന്നെ ഇതും എല്ലാവരും എടുക്കുക. ഇംഗ്ലീഷ് ക്ലബ്ബ് ഫ്രീ ട്രൈ ഇട്ട് നമുക്ക് ട്രെയിനെ കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ പ്ലേസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാ പണ്ടൊന്നും നേരെ കിട്ടിയിട്ടുണ്ട്. സ്റ്റേഡിയം കിട്ടിയിട്ടുണ്ട്. പിന്നെ PvP നോക്കുമ്പോൾ പെനാൽറ്റി ഷൂട്ട് വന്നിട്ടുണ്ട്. അത് വെറുതെ കളിക്കാൻ രസമാണ്. പിന്നെ ഇംഗ്ലീഷ് ക്ലബ്ബ് 5 വന്നിട്ടുണ്ടുണ്ട്. പിന്നെ അതും എല്ലാവരും കളിച്ച് മാക്സിമം എടുക്കാൻ നോക്കാം. ഇതിനുള്ള മെയിനായിട്ടുള്ള കാര്യം പറയാം. ചെറിയൊരു ലാഗുണ്ട്, ക്ഷമിക്കാം. ഇപ്പോൾ പുതിയ കാർഡ് വന്നിട്ടുണ്ട്. ഇതിന് ലീഗ് മാച്ചിൽ പുതിയ കാർഡ് വന്നിട്ടുണ്ട്. ഫുട്ബോൾ ലീഗിൽ ഒന്നാമതുള്ളത് ഹാളൻഡിൻ്റെയും പിന്നെ ഹാളൻഡിൻ്റെ വേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. എപ്പിക് ആൻഡ് ഈ ആളാണ് കിട്ടിയാൽ ഒന്ന് മോളെത്തി തീർത്താൽ മതി. ആദ്യത്തിന് വേണ്ട ഹൈറ്റുണ്ട്. ലെഫ്റ്റ് ഫുട്ടാണ് ആദ്യം നല്ലൊരു പ്രത്യേകിച്ച് ലെഫ്റ്റ് ഫുട്ടാണ്. ഫോക്സിൻ്റെ ഏത് കാർഡാണ് നിൽക്കുമ്പോൾ നല്ലുണ്ട്. പിന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റും ഉണ്ട്. എന്ന് വെച്ചാൽ ബോൾ എത്തിച്ചു കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഹാളിൻ്റെ നോക്കി പോകും. നമ്മൾ ഹാരി കെയിന് ശരിക്കും ഇതിൻ്റെ റൊമാനോയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കൊണാമി പിന്നെ ഇറക്കിയിട്ടുണ്ട് പ്ലെയർ ഓഫ് ദി വീക്ക്. പിന്നെ ഇറക്കിയിട്ട് ഫ്രീ ഫയർ പിന്നെ ഈ 2 എണ്ണം വെറുതെ വെച്ചിട്ടുണ്ട്. ഇതിനുള്ള മെയിനായിട്ടുള്ള സാധനം നോക്കാം. അപ്പോൾ നമ്മുടെ ഡിഫൻസിൽ ഇപ്പം നല്ലൊരു ഇവൻ്റാണ് ഇപ്പം നടക്കുന്നത്. ഇങ്ങനെയായിട്ടുള്ള ഇത് എന്താണെന്ന് പലവർക്കും അറിയില്ലായിരിക്കും. നമ്മൾ പറയാം, നമ്മൾ ഓരോരോ കളി കളിക്കുമ്പോഴും നമുക്ക് ഓരോ പോയിൻറ്റ്സ് കിട്ടും. ഇതപ്പോൾ ഇങ്ങനെ പോയിൻറ്റ്സ് ഇവിടെ ഇങ്ങനെ ക്രെഡിറ്റ് ആവും. ഇതുണ്ടല്ലോ നമുക്ക് ഒരു പോയിൻ്റേ കിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒരു കളികൾക്ക് നമുക്ക് 1 പോയിൻ്റ് കിട്ടും. ആഴ്ചക്ക് 9 പോയിൻ്റ് നമുക്ക് കിട്ടുള്ളൂ. ഓരോ പോയിൻ്റ് കിട്ടുമ്പോൾ ഓരോരോ കയറ്റം നമുക്ക് കയറിപ്പോൾ ഇവിടെ എത്തുന്നതായിരിക്കും. ഇവിടെ എന്നിട്ട് നമുക്ക് 1 പോയിൻ്റ് കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ ഇതേക്ക് വരും. നമുക്ക് ഇത് പ്ലെയറൊന്നുമല്ല, ഇത് അവതാറാണ്. പ്ലെയറാണെന്നാലും വിചാരിക്കണ്ട. ഇങ്ങനെ പോയിട്ടാണ്. ഇതിന് കോയിനെല്ലാം ഉണ്ട്. ഇവിടെ 30 കോയിന്, അവിടെ 10 കോയിന്. ഇതും അവതാറാണ്. നമ്മൾ അടുത്ത വീക്കിൽ വെക്കാം. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് നമ്മുടെ സെലക്ഷൻ കൊണ്ടൊക്കെ ഉണ്ട്. വർത്ത് എന്നെല്ലാം പേടിച്ചാൽ ഒരു വർത്തായിട്ടുള്ള പാക്ക്. 31ാമത്തെ ആനിവേഴ്സറി ആയതുകൊണ്ടാണ് ഇത്രയും നല്ല പാക്ക് വന്നിട്ടുള്ളത്. എല്ലാവരും എങ്ങനെയെങ്കിലും മിനിമം കളിച്ചെടുക്കാം. 1 2 3 4 5 6 7 8 9 എപ്പിക് കാർഡ്സ്. അതിൽ 2 എണ്ണം റീഡാവേ ഇരിക്കുന്നു. 9 എപ്പിക് കാർഡ്സ്, 2 എണ്ണം ഷേഡ് വൈറ്റും. അതും നല്ല അട്രിബ്യൂട്ടായിരിക്കും വരിക. നല്ല കളിയായിരിക്കും. ഇതാരാണ്? ഡെന്നിസ് വെക്കുമ്പോൾ ഫ്രാങ്ക്, ഡെന്നയിൽ
പൗള്, മാർസോ, ജോയ്, കോസ്റ്റ, സെഞ്ചി, ഓനോ, മാർക്ക് വാൻ മൊമ്പൽ, ഡെവിൻ ഷെമാം. ഇതിൽ ആരോ ഏറ്റവും നല്ല പ്ലെയർന്ന് പറയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പറയാം. പിന്നെ ഈ 2 പ്ലെയർ ആരാന്ന് ഇപ്പോൾ റിവീലായിട്ടുണ്ട് ഒരു ചെറിയൊരു കാരണത്താൽ. അത് വേണമെങ്കിൽ പറയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാനും എൻ്റെ വീഡിയോ 104, 103, 102 റേറ്റിംഗ് വരുന്ന പ്ലെയേഴ്സാണ് ഫുള്ളും. ഇതിലേക്ക് എല്ലാം കംപ്ലീറ്റ് നമുക്ക് 10 ടോട്ടൽ നമുക്ക് ഇന്ന് കിട്ടാൻ കൊണ്ട് 10ൻ്റെ 2 10ൻ്റെ 4 അപ്പോൾ 30ൻ്റെ 6 അങ്ങനെ കുറേ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ കുറേ കോയിന് വേണ്ടവരെല്ലാം കംപ്ലീറ്റ് ആക്കി എടുത്തോളി. പിന്നെ ലീഗ് പിന്നെ ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ളത്. വേറെ ഒന്നും വന്നിട്ടില്ല. എന്താ വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോ എന്തായാലും വരും. ബൈ.